മലപ്പുറം ചുങ്കത്തറയിലെ കൂറുമാറ്റത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ. എൽഡിഎഫിൽ നിന്ന് കൂറുമാറിയ നുസൈബയുടെ ഭർത്താവ് സുധീറിനെയാണ് ഫോണിൽ ഭീഷണിപ്പെടുത്തിയത്. പാർട്ടിയെ കുത്തിയാൽ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ലെന്നും കരുതിയിരിക്കണമെന്നുമാണ് ഭീഷണി. ഒരു ദാക്ഷിണ്യവും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഈ പാർട്ടീനെ പുറത്ത് പൂത്തി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എനിക്കുണ്ടാവും. നമുക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് 6 മാസം 8 മാസം ഭരണം പോകുന്നുള്ളൂ. വേറെ തേങ്ങയില്ല ഞങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് അനക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ. ജിജായി കുറെ ഞങ്ങൾ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ജാനിന്റെ കണക്ക് പറഞ്ഞാൽ പോരെ. ഇത് കഴിയില്ല, ഞാൻ ഉറപ്പാണ്. കഴിഞ്ഞു, അവിടെ തീർന്നു നമ്മള്. അൻവറിന് യുഡിഎഫിന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇത് പോവാന്നല്ല ഇത് പറഞ്ഞിരുന്നു. ഇന്നലെ അതാണല്ലോ ഇത് പറഞ്ഞിരുന്നു ചില ആളുകളോട്. ഇത് കൂടി യുഡിഎഫിനെ ഇതാക്കിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ദാക്ഷിണ്യം ഇതുമായി എന്തുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവില്ല. അത് കരുതിയല്ലിരുന്നത് തന്നെ പറയുന്നത്. സി വി അനുമോദ് ചേരുന്നുണ്ട് നമുക്കിപ്പം. അനുമോദ്, ഇതിപ്പോൾ വലിയ പോരിലേക്ക് നീങ്ങുകയാണല്ലോ കാര്യങ്ങൾ. സിപിഎം അൻവർ പോര് എന്നുള്ള തലത്തിൽ തന്നെ കാണേണ്ടേ? കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയത്തിന് മുൻപത്തെ ഒരു ദിവസം ആണ് ഈ സംഭാഷണം നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ സിപിഎം നേതാക്കൾ നുസൈബയുടെ ഭർത്താവിനെ അവിടെ സംസാരിക്കുന്നതിന്റെ ശബ്ദ സന്ദേശമാണിത്. ഇതിന് അവസാന ഭാഗത്താണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സംഭാഷണം ഉണ്ടായിരിക്കുന്നത്. അൻവറിന് കൂടെ നടന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാൽ വലിയ തിരിച്ചറിവുണ്ടാകുന്ന തരത്തിലാണ് ഈ സംഭാഷണം ഉണ്ടായത്. ഇതിന് മറുപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ ചുങ്കത്തറയിൽ തലക്കടിക്കുമെന്ന കൊലവിളി പ്രസംഗം നടത്തിയത്. ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ കേട്ടിരിക്കില്ല, അങ്ങോട്ടും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഭീഷണി പ്രസംഗം ഉണ്ടായത് ഈ ശബ്ദ സന്ദേശത്തിന്റെ പ്രതികാരം അല്ലെങ്കിൽ അതിന് മറുപടി ആയിട്ടാണ്. ഇക്കാര്യത്തിൽ ഇനി പോലീസിന്റെ സമീപിക്കുമോ, പരാതി കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. അനുമോദ് എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്.